ബി ഗോപാലകൃഷ്ണൻ, അതായത് ഈ തുർക്ക്മാൻ ഗേറ്റിന് സമീപത്ത് കയ്യേറ്റമാണ്. അതൊരു മസ്ജിദിനെ സമീപത്തുള്ള പ്രദേശമാണ്. അവിടെ കയ്യേറി പാർക്കുകയാണ്. അതൊരു ചേരിയായി മാറിക്കഴിഞ്ഞു. അവിടെ നിയമപരമായി ഒഴിപ്പിക്കലിന് ശ്രമിക്കുമ്പോഴാണ് തിരിച്ച് ആക്രമണം അഴിച്ചുവിടുന്നതും പോലീസുകാരെ ആക്രമിക്കുന്നതും അവർക്ക് പരിക്കേൽക്കുന്നതുമൊക്കെ. അതെ 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 ഇത് ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണ പരമ്പര ഉണ്ടാക്കാനുള്ള, ഒരു ലഹള ഉണ്ടാക്കാനുള്ള, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറയൂ. ആ ഒരു ലഹള ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ കാണുന്നതെല്ലാം. കാരണം ഒരു ജൻസി വിപ്ലവം ഇന്ത്യയുടെ അതിർത്തിയിൽ ഉണ്ടായപ്പോൾ ആ ജൻസി വിപ്ലവം ഇന്ത്യയിൽ ഉണ്ടാക്കണം. പക്ഷെ ഇന്ത്യയിലെ ജൻസികൾ കുറച്ചുകൂടെ രാഷ്ട്രബോധവന്മാരും അവരെ സംബന്ധിച്ചിടത്തോളം ഓപ്പർച്യൂണിറ്റികളും പുതിയ ജീവിതക്രമങ്ങളും നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിലുള്ള വികസനവുമെല്ലാം അനുഭവപ്പെടുന്നവരായതുകൊണ്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും അരാജകത്വവാദികളും ഇസ്ലാമിക് ഫോഴ്സുകളും ഒന്നും വിചാരിച്ചിട്ട് ഒരു ജൻസി വിപ്ലവത്തിന്റെ സാധ്യത ഇന്ത്യയിൽ ഇല്ലാതായി വരുന്നു എന്ന് അവർക്ക് ബോധ്യമായപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ കുറെ ലഹളകൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അനധികൃത കുടിയേറ്റം, അനധികൃത കയ്യേറ്റം, അനധികൃതമായിട്ടുള്ള പാർക്കൽ ഇതൊരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല. ഏത് മതവിഭാഗത്തിന്റെ പേരിലാണെങ്കിലും ശരി, ഏത് പള്ളിയായാലും അമ്പലമായാലും ശരി, ഒരു കാരണവശാലും അനധികൃതമായിട്ടുള്ള കുടിയേറ്റത്തെ അംഗീകരിക്കാൻ കഴിയില്ല. ഈ അനധികൃതമായ കുടിയേറ്റമാണ് ബംഗ്ലാദേശികളെയും മ്യാൻമാറിൽ നിന്ന് വരുന്ന വിദേശികളെയും എല്ലാം നുഴഞ്ഞുകയറ്റക്കാരെയും എല്ലാം കൊണ്ട് ഇവിടെ താമസിപ്പിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് രാജ്യത്തോട് യാതൊരു കൂറുമില്ല. അവർ രാജ്യത്തെ എങ്ങനെയെങ്കിലും തകർക്കാൻ ശ്രമിക്കുന്നവരാണ്. അവർക്ക് ഈ മണ്ണിനോട് ഒരു ഭക്തിയോ ഈ മണ്ണിനോട് ഒരു ബഹുമാനവും ഇല്ല. അതേസമയത്ത് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ കോൺഗ്രസും ഇന്ത്യയിലെ പ്രതിപക്ഷവുമാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിക് അരാജകത്വവാദികളും ഇസ്ലാമിക് മതമൗലികവാദികളും അതുപോലെയുള്ള പ്രതിപക്ഷ പാർട്ടികളുമാണ് അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, പൂന തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ കഴിഞ്ഞ 10-60 വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ്, ആ കോൺഗ്രസ് അവർക്കൊരു 10-15 വർഷത്തെ ഒരു തോൽവി ഉണ്ടായി. ആ തോൽവിയെ അവർ പരിഹരിക്കാൻ, മറികടക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ മതമൗലികവാദികൾ, രാജ്യവിരുദ്ധർ, രാജ്യദ്രോഹികളായിട്ടുള്ള SDP അടക്കമുള്ള, NDF അടക്കമുള്ള, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ആളുകളുമായിട്ട് സഖ്യം ചേർന്നിരിക്കുന്നു. അതാണല്ലോ പൂനെയിലെ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അപ്പോ എന്ത് ഉണ്ടായാലും ശരി, രാജ്യത്തെ എങ്ങനെ ഇല്ലാതായാലും ശരി, തങ്ങളുടെ അധികാരത്തിന് ശക്തി ഉണ്ടാവണമെന്ന് കരുതുന്ന പ്രതിപക്ഷ പാർട്ടികൾ അവര് ഈ ഇസ്ലാമിക് ഫോഴ്സുമായിട്ട്, ഈ ഇസ്ലാമിക് മതമൗലികവാദികളുമായി സഖ്യം ചേർന്നുകൊണ്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇന്ന് പോലീസുകാർക്കെതിരായിട്ടാണ്, നാളെ അവർ പട്ടാളത്തിനെതിരായിട്ട് ഇറങ്ങും. അപ്പൊ ഇത് ശക്തമായ രീതിയിൽ അടിച്ചൊതുക്കുക തന്നെ വേണം. ലോകം മുഴുവനും ഈ ഇസ്ലാമിക് ഫണ്ടമെന്റൽ ഗ്രൂപ്പ്സ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. ലോകത്തെ ഒരു രാജ്യത്തിനും മനസമാധാനമില്ല. എല്ലാ മതത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇസ്ലാമിക് മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യമുണ്ടാക്കണമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരെ അനുകൂലിക്കുന്നവരാണ് നിർഭാഗ്യവശാൽ ഈ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, ഈ കമ്മ്യൂണിസ്റ്റുകളും ഈ കോൺഗ്രസുകളും എല്ലാം തന്നെ. അപ്പൊ അതുകൊണ്ട് അതിശക്തമായ രീതിയിലുള്ള നടപടികൾ ഇന്ന് ഇന്ത്യ എടുക്കണം. ഡൽഹിയിലെ പോലീസ് എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പോലീസാണ്. ഡൽഹിയിലെ ഭരണകൂടം പണ്ടത്തെ പോലെ ആപ്പിന്റെ ഭരണകൂടമല്ല. അതുകൊണ്ട് ആപ്പിന്റെ ഭരണകൂടം ഒക്കെ ഈ സ്ലംസ് ഉണ്ടാക്കാൻ, നമുക്കറിയാലോ, തുർക്കുമാൻ ഗേറ്റ് എന്ന് പറയുന്നത് പണ്ട് തന്നെ കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിൽ സഞ്ജീവ് ഗാന്ധി എന്താ ചെയ്തതെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ തുർക്കുമാൻ ഗേറ്റ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കുപ്രസിദ്ധി ആർജിച്ചതാണ് പലതരത്തിലുള്ള നുഴഞ്ഞുകയറ്റക്കാരെ കൊണ്ട്. ഇതൊന്നും ഇന്ത്യയിൽ അനുവദിക്കാൻ പറ്റില്ല. വളരെ കർക്കശമായിട്ടുള്ള, വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടുമായിട്ട് ഇന്ത്യക്ക് മുന്നോട്ട് പോകേണ്ടി വരും. ആ നിലപാടിന്റെ ഭാഗമാണ്
ഈ കുടിയേറ്റം ഒഴിപ്പിക്കാനുള്ള ശ്രമം നടന്നത്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അതായത് ഈ കയ്യേറ്റം ഒഴിപ്പിക്കലിന് മുൻപ് മസ്ജിദ് അധികൃതരെ വിവരമറിയിച്ചിരുന്നു എന്നാണ് DCP നിതിൻ വത്സൻ പറയുന്നത്. അതായത് അറിയിക്കേണ്ടത് അറിയിച്ചു, നിയമപരമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇതെല്ലാം കേട്ട് സമ്മതിച്ചിട്ടൊടുവിൽ ഒരു പ്രതിഷേധം, ആക്രമണം, അത് പോലീസിനെ പരിക്കേൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ മാറ്റുന്നു. അപ്പോൾ ഒരു ആസൂത്രിതമായ സംഘടിതമായ ഒരു ശ്രമമാണ് ഇതിന് പിന്നിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് കൂടി മനസ്സിലാക്കണ്ടേ? ഇതിനെ രണ്ടായിട്ട് ഇതിനെ കാണണം. അതായത് സമാധാനകാംക്ഷികളായിട്ടുള്ള, സമാധാനം ആഗ്രഹിക്കുന്ന 10,000-കണക്കിന് ഇസ്ലാമിക് സഹോദരങ്ങൾ ഇന്ത്യയിലുണ്ട്. അവര് മസ്ജിദിന്റെ ചുമതലപ്പെട്ടവരെല്ലാം ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷെ അവിടേക്ക് നുഴഞ്ഞു കയറി ഇസ്ലാമിക് സഹോദരങ്ങളെ, സമാധാനം ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ, അല്ലെങ്കിൽ ശാന്തി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ദേശസ്നേഹികളായ, ദേശീയവാദികളായിട്ടുള്ള, രാജ്യസ്നേഹികളായിട്ടുള്ള ഈ മുസ്ലിങ്ങളെ, ഈ SDPI എന്ന് പറയുന്ന, അല്ലെങ്കിൽ NDF എന്ന് പറയുന്ന, അതും അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ ഭീകര ഇസ്ലാമിക് ടെററിസ്റ്റുകൾ, അവര് ആ പള്ളിയുടെ മുകളിൽ പലതരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കുകയാണ്. പല മുസ്ലിം പള്ളികളുടെ ഉള്ളിലും സമാധാനകാംക്ഷികളായ ആളുകളുണ്ട്, രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ മുകളിൽ പലതരത്തിലുള്ള സ്വാധീനമുണ്ടാക്കി അവിടെ സംഘർഷം ഉണ്ടാക്കുമ്പോൾ പോലീസ് അടിക്കും, പോലീസ് വെടിവെക്കും, അതിൽ നിരപരാധികൾ മരിക്കും. അപ്പൊ ആ നിരപരാധികൾ മരിക്കുമ്പോൾ ആ നിരപരാധികളുടെ ബോഡി കൊണ്ടുവന്ന്, ആ നിരപരാധികളുടെ രക്തം കൊണ്ടുവന്ന് ഇസ്ലാമിക് സമൂഹത്തെ മുഴുവനും ചേർത്ത് നിർത്താനും വികാരത്തിന് അടിമപ്പെടുത്തി രാജ്യവിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കെടുപ്പിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം ഇതിലും നടന്നിട്ടില്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ SP മസ്ജിദ് ഇതിന്റെ അധികൃതരോട് അനുവാദം മേടിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അത് മേടിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ മസ്ജിദിന്റെ ആളുകളുടെ, അല്ലെങ്കിൽ അതിന്റെ അധികൃതരുടെ തലയ്ക്ക് മുകളിലൂടെ ഭീകരവാദികൾ അവിടെ കടന്നു കയറിയിട്ടുണ്ട്. ഭീകരവാദികൾ കടന്നു കയറുകയും മസ്ജിദിന്റെ ഭരണാധികാരികളുടെ ഉള്ളിൽ പോലും ഭീകരവാദികൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് കലാപമാണ് ലക്ഷ്യം, അവർക്ക് സമാധാനമല്ല ലക്ഷ്യം. ഇത് ബോധപൂർവമായ കലാപം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ്. മതത്തിന്റെ പേരിലുള്ള കലാപം ഇന്ത്യയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ധാരാളം ദോഷങ്ങളുണ്ടാവും. ഡൽഹിയിൽ സമീപകാലത്തല്ലേ ഡൽഹിയിൽ റൈറ്റ് ഉണ്ടായത്. അപ്പം മതത്തിന്റെ പേരിലുള്ള കലാപം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ളത്. ഇതിനെ അടിച്ച് തകർക്കുക തന്നെ വേണം, ഇതിനെ അടിച്ചുടക്കുക തന്നെ വേണം. ഈ മതമൗലികവാദികളെ മുഴുവനും കയ്യാമം വെക്കണം, ജയിലിൽ കൊണ്ടിടണം. എങ്കിൽ മാത്രമേ മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. യെസ്.